നമ്മുടെ സ്വന്തം മോട്ടോർസൈക്കിൾസ് ആർസിയും ഇൻഹാബിറ്റ് സ്റ്റോഴ്സും കൂടെ ചേർന്ന് നടത്തിയ ആർസി ക്രോളിംഗ് ഇവന്റിന്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. സത്യത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഒരു ആർസി ഇവന്റിൽ പങ്കെടുക്കുന്നത് കേട്ടോ. ഈ ഇവന്റിൽ പങ്കെടുക്കുന്ന വരെ എനിക്ക് ഇതിനോട് ഒരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല. ഈ ഇവന്റ് കണ്ടപ്പോഴാണ് സത്യത്തിൽ ഇത് എത്രത്തോളം അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണെന്ന് എനിക്ക് മനസ്സിലായത്. ഇവിടുത്തെ ട്രാക്ക് അവർ ഒരുക്കിയിരിക്കുന്നത് ഒറിജിനൽ ഓഫ് റോഡിനെ വെല്ലുന്ന രീതിയിലുള്ള ട്രാക്കായിരുന്നു കേട്ടോ. ഈ ട്രാക്കിൽ വേണ്ടത് സ്പീഡല്ല, കൃത്യമായ കൺട്രോളും ടെക്നിക്കുമാണ്. സത്യത്തിൽ ഈ വണ്ടികളൊക്കെ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ കളിപ്പാട്ടങ്ങളായിട്ടൊക്കെ തോന്നുമെങ്കിലും എന്നാൽ ഇത് അങ്ങനെ അല്ല കേട്ടോ. ഇതിന്റെ എല്ലാം ഒറിജിനൽ വണ്ടിയുടെ ഫീച്ചേഴ്സ് അതേപോലെ ഉൾപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം തന്നെയാണ് കേട്ടോ ഇതെല്ലാം. ഈ ഓഫ് റോഡ് ട്രാക്കിലൂടെ ഈ വണ്ടികളൊക്കെ ഓടിച്ച് പതുക്കെ കയറ്റുന്നതൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക രസമായിരുന്നു കേട്ടോ. ക്രോളിംഗ് കംപ്ലീറ്റ് ആക്കാൻ ഏകദേശം 5.5 മണിക്കൂറോളം എടുത്തു കേട്ടോ. ഇവന്റിൽ പങ്കെടുത്ത എല്ലാവർക്കും നല്ല കപ്പയും മുളകുടച്ചതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ കാണുന്ന ബ്രിഡ്ജിലൂടെ ഒരു കോമ്പറ്റീഷനും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഇവന്റിനോട് പരമ പുച്ഛം നിറഞ്ഞ മനസ്സോടെ വന്ന ഞാൻ ഇപ്പോൾ ഇതിന്റെ ഒരു വലിയ ഫാനായി മാറിയെന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇവന്റിൽ പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കൊടുത്തതൊക്കെ ഞാനായിരുന്നു കേട്ടോ. ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാട്ടോ പിരിഞ്ഞത്. അടുത്ത ഇവന്റ് എന്താണെന്ന് അറിയാം മോട്ടോർസൈക്കിൾസ് ആർസിയുടെ ഇൻഹാബിറ്റ് സ്റ്റോഴ്സിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേരും കേട്ടോ. പരിപാടിയായിരുന്നു. പിന്നെ ലാസ്റ്റ് ഫുഡാണ് ഐറ്റം സൂപ്പർ. കപ്പയും ചമ്മന്തി ട്രാക്ക് വേറെ ലെവലായിരുന്നു. കുറെ പേരിന്റെ പുറകേലുണ്ട്, കുക്കറും അടക്കം. ഇനിയും വരട്ടെ. ഇപ്പൊ നമ്മള് 5 പേരിൽ നിന്നങ്ങോട്ട് തുടങ്ങിയ കമ്മ്യൂണിറ്റിയാണ്. ഇപ്പൊ ഇത്രയും പേരായി. എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഇങ്ങനൊരു ഗ്രൂപ്പ് നമ്മുടെ കേരളത്തിൽ വേറെ ഉണ്ടെന്ന്. അപ്പൊ കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ, ടാറ്റാ.